രണ്ടു തരം മുറിവുകളുണ്ട്. മനുഷ്യന്റെ ശരീരത്തിന് ഏൽക്കുന്ന മുറിവും ഒരുവന്റെ മനസ്സിന് ഏൽക്കുന്ന മുറിവും. ശരീരത്തിന് ഏൽപ്പിക്കുന്ന മുറിവ് കത്തി കൊണ്ട് കുത്തി ഉണ്ടാക്കുന്ന മുറിവാണ്. എന്നാൽ മനസ്സിന് ഏൽപ്പിക്കുന്ന മുറിവ് നമ്മുടെ കുത്തു വാക്ക് കൊണ്ടാണ്. കത്തി കൊണ്ടുണ്ടാക്കുന്ന മുറിവ് ശരീരത്തിൽ കുറച്ചു കഴിയുമ്പോൾ ഉണങ്ങിപ്പോകും. പക്ഷെ കുത്തുവാക്ക് കൊണ്ട് ഏൽക്കുന്ന മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല, അത് ഉണങ്ങാത്ത മുറിവായിട്ട് അവിടെ കിടക്കുന്നിടത്തോളം കാലം ആ മുറിവിന് ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ മുറിവിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് പലരുടെയും മനസ്സും ശരീരവും തളർത്തി കളയുന്നതും, പലരുടെയും ജീവിതത്തെ വഴി തെറ്റിക്കുന്നതും, പലരുടെയും ജീവിതം വഴി വിട്ടുപോകാൻ കാരണമാകുന്നതും. നമ്മളൊരു നല്ല മനസ്സിന്റെ പ്രത്യേകതകളെ കുറിച്ച് അല്ലെങ്കിൽ ഘടകങ്ങളെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല മനസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകൊണ്ട്, സംസാരം കൊണ്ട് വേറൊരാളെ മുറിവേൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ജെന്റിൽമാൻ എന്നുള്ള ഒരു പദത്തിന്റെ നല്ലൊരു ഡെഫിനിഷൻ ഞാൻ കേട്ടിട്ടുള്ളത് ഈസ് വൺ ഹു ഡസ് നോട്ട് ഇൻഫ്ലിക്ട് പെയിൻ ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവരാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നമ്മൾ പല വിധത്തിലാണ്. ഒന്ന്, അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും, രണ്ട്, നമ്മൾ അവരെ ഏതെങ്കിലും തരത്തിൽ ഒരു മൂലയിലേക്ക് തള്ളി മാറ്റിയിട്ടുകൊണ്ടും, മൂന്ന്, നമ്മൾ അവരെ അവഗണിച്ചുകൊണ്ടും, നാല്, അവരെ നമ്മുടെ കുത്തുവാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടും. ഈ കുത്തുവാക്കുകൊണ്ട് ഏൽക്കുന്ന മുറിവാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു മുറിവ് എന്ന് പറയുന്നത്. പലരുടെയും ജീവിതത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഒന്നും തന്നില്ലേലും ഒന്നും സഹായിച്ചില്ലേലും വേണ്ടില്ലായിരുന്നു, പക്ഷെ ആ വായിൽ നിന്നും വന്ന വാക്കുകൾ ഇന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അത് വലിയ വേദനയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുത്തുവാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. എപ്പോഴാണ് ഈ കുത്തുവാക്ക് വരുന്നത് എന്നും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടും. കുത്തുവാക്ക് വരുന്നത് നമ്മൾ എത്രയോ ശ്രേഷ്ഠരാണെന്നോ, നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്നോ, നമ്മൾ ആരൊക്കെയോ ആണെന്നോ, നമ്മൾ അവരെക്കാൾ മെച്ചമാണെന്നും അവർ നമ്മളെക്കാളും മോശമാണെന്നും ഒക്കെയുള്ള നമ്മുടെ തന്നെ ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് മനോഭാവം വരുമ്പോഴാണ്. ഈ ജഡ്ജ്മെന്റൽ മനോഭാവം നമ്മിൽ ഉണ്ടാവുന്നത് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ദൈവത്തിൽ നിന്ന് ദാനമായി കിട്ടിയ സമ്പത്ത് കൊണ്ടോ, സ്ഥാനമാനങ്ങൾ കൊണ്ടോ, സൗകര്യങ്ങൾ കൊണ്ടോ, കഴിവുകൾ കൊണ്ടോ ഒക്കെയാണോ. പക്ഷെ അതൊന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാനുള്ളതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ ഇവ കൊണ്ട് വേദനിപ്പിക്കില്ല. പ്രത്യേകിച്ചും നാവിന്റെ ദുരുപയോഗം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന്, നമ്മുടെ ബന്ധങ്ങളിൽ സൃഷ്ടിക്കുന്ന ഒരു ഉണങ്ങാത്ത മുറിവ് എന്നും അടുക്കാനാവാത്ത വിടവ് എന്നും നമുക്ക് തിരിച്ചറിയാനായാൽ നമ്മുടെ ബന്ധങ്ങൾ ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഒരു നല്ല മനസ്സ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് മുറിവേൽക്കാതെ നോക്കുക. ആ സംസാരത്തിൽ അഹന്തയുടെ, ധാർഷ്ട്യത്തിന്റെ, ക്രൂരതയുടെ, അസൂയയുടെ അങ്ങനെയുള്ള ചിന്തകളോ വാക്കുകളോ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ നമ്മളെപ്പോലെ തന്നെ ശ്രേഷ്ഠരായിട്ടും ധന്യരായിട്ടും കരുതുക, അല്ലെങ്കിൽ നമ്മളെക്കാളും നല്ലവരായിട്ട് കരുതുക. അവരുടെ അവസ്ഥ ശാരീരികമോ മാനസികമോ സാമൂഹികമോ സാമ്പത്തികവുമായിട്ടുള്ള ഓരോ നമ്മെ അവരിൽ നിന്ന് വ്യത്യസ്തരായി അവരെക്കായി മുകളിലുള്ളവരെ കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെയുള്ള അവരുടെ അവസ്ഥ അത് അവരുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതല്ലാന്ന്, അവരങ്ങനെ ആയിത്തീരാനുള്ള കാരണം നമ്മുടെ അവഗണനയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അവരെ നന്നായിട്ട് പരിഗണിക്കാൻ സാധിക്കും. അവഗണന മാറ്റി പരിഗണിക്കുകയും കുത്തുവാക്ക് മാറ്റി നല്ല വാക്കുകൊണ്ട് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല മനസ്സിന്റെ ഉടമകളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിവ് നമ്മെ വലിയ സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.